നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇത് അൻസാർ. നാട്ടിലൂടെ അൻസാറേ? നാട്ടിൽ നമ്മളെല്ലാം എല്ലമായ മലപ്പുറത്ത്. എത്ര കാലമായി ജിമ്മിന്റെ ഫീൽഡില്? ചുരുങ്ങിയത് 8 കൊല്ലത്തിന് മേലെ. ഫുജറ എത്രയല്ലേ യു എയിലായിട്ട്? ഇപ്പോ 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞല്ലേ? മുന്നേ ഒമാനില് 2 കൊല്ലം. 2 കൊല്ലം ഒമാനില്. 5 കൊല്ലമായി. 5 കൊല്ലം ജിമ്മിന്റെ ഫീൽഡില്ലേ? അടുത്ത ആള് ജംഷി കേട്ടോ. ജംഷിക്ക് മൈക്ക് കയറുതറാം. നമ്മളെ ശിഷ്യനാണ്. ഹലോ ജംഷി. ഞാനിവന്റെ ശിഷ്യനാണ്. എന്താന്ന് വെച്ചാല് എത്ര കാലം ജിമ്മിൽ ഓൾറെഡി ജംഷിയെ? ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കോച്ച് പറഞ്ഞിട്ടോ. പിന്നെ എങ്ങനെയോ ഇപ്പൊ തന്നെ 2 പ്ലേറ്റ് ബിരിയാണി കഴിച്ചു. എന്നിട്ട് ഇനി അവിടെ പോയിട്ട് വീണ്ടും പോയി ബിരിയാണി. നമ്മൾ പറഞ്ഞ ജീവിതം ഒന്നുള്ളൂ, എന്നോട് പരാതി അറിയാം, ഞാൻ കുറയണില്ലടോ. പിന്നെ പറയണില്ല ലൈഫ് ഒന്നുള്ളൂ നല്ലോണം. ഇതാണ് ഓന്റെ കുഴപ്പം. അപ്പൊ അങ്ങനെ ജിമ്മ് വന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. ഡയറ്റ് മസ്റ്റ് ആണ്. ഡിസംബർ 2025 അങ്ങനെ ഒരുപാട് 25, 24, 23 കഴിഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ജൂൺ ആകുമ്പോ തുടങ്ങും. ഡിസംബർ അങ്ങനെ ഒരു 2019, 20, 21, 22 അങ്ങനെ കുറെ തുടങ്ങിയ ഡിസംബർ എന്നുള്ളത്. ഇതൊന്നും നടന്നില്ലേ? ഒന്നും നടന്നില്ല. അടുത്ത ആള് നമ്മളെ ബസ്സിലുണ്ടായ കഥ അറിയില്ലേ? എങ്ങനെ അറിയാം? നല്ലൊരു തേപ്പണ് കിട്ടിയപ്പോ ആശാന് തേപ്പണ് കിട്ടിയപ്പോ ഓർമ്മക്ക് വന്നു. തേപ്പ് കിട്ടി. എന്നിട്ട് അപ്പൊ ഞാനിവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണേ. അപ്പൊ വന്നുകൊണ്ട് പുള്ളപ്പ് അടിക്കാം. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ ഞാൻ മൈൻഡ് ആക്കണില്ല. അപ്പൊ വീണ്ടും വന്നുകൊണ്ട് കണ്ടിട്ട് സാധനം ഞാൻ മൈൻഡ് ആക്കിയില്ല. അപ്പൊ ഇവിടെ കിടന്ന് ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ നോക്കണ്ട ആള്. അതൊക്കെ എന്നിട്ടേ മിന്നോടേ എന്താ പേര്? അൻസാർ. എന്റെ പേര് അൻസാർ. നാട്ടിലെവിടെ? മലപ്പുറം. പിന്നെ എന്താ ഒരു തേപ്പ് കെട്ടി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി തന്നെ. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യാം. അപ്പൊ എന്നെ കൈമത്തെ ഗ്ലൗസ് ഒക്കെ ഉരിച്ചിട്ട് ഞാൻ ഇരിക്ക് എന്ത് സംഭവം. അപ്പൊ ഇങ്ങനെ പാവം പൈരൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ച് പഠിക്കണ്ട, ആദ്യം ബോഡി സെറ്റ് ആക്കുന്ന പറഞ്ഞു. അങ്ങനെ മാഷാ ഇപ്പൊ ബോഡി ഒക്കെ ഡെവലപ്പായി. ആ പെണ്ണിനോടുള്ള അടുത്ത നാട്ടില് റിവെഞ്ച് എടുത്ത് ചെക്കന് കല്യാണം നല്ല പെണ്ണുങ്ങളെ കിട്ടും. മാഷാ ബോഡി ഒക്കെ സെറ്റ്. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യട്ടോ. ഫസ്റ്റ് ചലഞ്ച് ബുർജ് ഖലീഫയാണ്. ഫസ്റ്റ് ചലഞ്ച് ബുർജ് ഖലീഫ അല്ല. ഫസ്റ്റ് കോച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ കാണിച്ചു കൊടുക്കണം? എങ്ങനെ ജസ്റ്റ് എങ്ങനെയാണ് അത്? മുന്നിലാ ബാക്കിൽ നിൽക്കണ്ടേ? അവിടെ ഫ്രണ്ടിൽ നിൽക്കല്ലേ? അവിടെ നിൽക്കുക. കുറച്ചുകൂടി മുന്നോട്ട് വെക്കണോ? അല്ലല്ല, ഫ്രണ്ട് പിടിച്ചു നോക്കിയാ. അല്ല, ഒന്ന് മതി. സെറ്റാ. എങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുത്താ? എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. കാലിന് മെന്റാക്കാം. സെറ്റ്. ഞാൻ അടുത്ത അസറാണ് കേട്ടോ. അൻസാർ അടിച്ചു. 1, 2, 3, 4, 5 ഡംബിൾ ടോട്ടലി. 5 ഡംബിൾ അടിച്ചേ. ഇനി അടുത്ത അസറ്. എന്താണ്? അടി മോനെ അടിച്ചേ. അസർ അടിച്ചടിച്ച് പാട്ടൊക്കെ. അടുത്ത ജംഷി കേട്ടോ. അടുത്ത ജംഷി. ഇവര് ബോളിംഗ് കാണിക്കണ്ടേ? അടുത്ത ജംഷി. വാസി അടിക്കില്ലേ? വാസിയെ അടിക്കണേ. പിന്നെന്താ? റെഡിയാ. അടി ജംഷി. ഞാൻ അടുത്താരാ? നാജിബ. പോട്ടെ. ഓ, കൂളായിട്ട് അടിച്ച്. ഇതൊരു കൂളി. ഞാൻ അടിക്കണം. എത്തിയതാലേ. അടുത്ത വാസി ക്യാമറ വാസി അടിക്കട്ടെ. വാസിച്ചാൽ ഷർട്ട് കഴിച്ചിട്ടാണ് കേട്ടോ. വാസി എന്താ പറയുക, ഒന്നാമത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെതാണ്. ആശ ഫുള്ള് ആശയ്ക്കൊരു പിയാണ്. യാ മോനെ. അല്ല, കോച്ച് എന്താ പറഞ്ഞത്? ഫൗളാണ്. ഒന്നുകൂടി അടിക്കണം. ഓക്കെ, സ്ലോലി. ഇതിന് മുകളിൽ കൂടെ പോണം കാലി. അടി. ഇത് എത്രയായി? 1, 2, 3, 4,
5 6 7 യാ മോനെ അടി അടി ബുർജ ഇപ്പോഴാണ് കറക്റ്റ് ബുർജലിഫേ സാർ ഹൈറ്റ് ഒന്ന് കാണിച്ചാൽ സാർ എത്ര ഹൈറ്റ് അടുത്ത് നിന്നാ ഓനായിട്ട് അല്ലേ ഒരു ഡബിൾ ഹൈറ്റ് കൂടുതലാ കമ്മോൺ അടി 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 അൻസാർ കൂളായിട്ട് അടിച്ചു കാരണം ജിമ്മിന്റെ കോച്ച് അടിച്ച് പിന്നെ ആരടിക്കുക അല്ലല്ല ജിമ്മിന്റെ കോച്ച് അടിച്ച് പിന്നെ ആരടിക്കാനാ കണ്ടേ ഇത് കറക്റ്റ് പ്രൊഫഷണൽ അടി കേട്ടോ സാരം എന്തൊക്കെ പറയല്ലേ കഴിച്ചില്ലേ എടുത്തരാ അടിക്കും കമ്മൺ പോട്ടെ യാ ഓ കൂളായിട്ട് അടിച്ച് 15 അടിച്ച് എനിക്ക് ഉറപ്പാ അടുത്ത് ട്രൈ ചെയ്യ ജംഷി അത്ര മതി ട്രൈ ചെയ്താ മതി പോട്ടെ സ്ലോ എങ്ങനെ ജംഷി അതിന്റെ മുകളിൽ അടിച്ചു എത്ര ഹൈറ്റ് വെച്ച് മുക്കിയ കാലി കൂളായിട്ട് അടിച്ചോ ഞാൻ ചെടി ഹൈറ്റ് അടിച്ചെടുത്താ മോനെ സെറ്റ് ഞാനാ മൈക്കുന്ന നീ എന്തീ പറഞ്ഞോ അടിക്കാൻ പോവുകയാണ് പുഷ്പം ഇത് നമ്മളെ മേലെ തട്ടു ഒന്നും കൂടി വെക്കല്ലേ 5 വെക്കുക 5 നിൽക്കുവോ 2 വെച്ചാലോ അതല്ലേ എന്നിട്ട് വേണമെങ്കിൽ കൗണ്ട് കൂട്ടാം മീൻസ് അപ്പുറപ്പുറം അടിക്കലാക്കിയാ പോരെ സെറ്റ് അസറോ എത്ര അടിച്ചു അൻസാർ അടിച്ചേ 10 മുകളിൽ അടിച്ചോ അൻസാർ തോൽപ്പിച്ചു ആശാനിപ്പോ ഞാനൊരു ഭീഷണിയാണ് എങ്ങനെ ആശാനെ എന്റെ മസിലിന്റെ വളർച്ച കണ്ടിട്ട് ഇപ്പൊ എനിക്ക് മസിൽ കൊറേ കളി പേടിണ്ട് അടി 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 ആയിക്കോട്ടെ നോക്കി അൻസാറേ അടി ഇതിന് മോൾക്ക് ഇനി വെക്കാൻ പറ്റുമോ വെക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് അത് കൗണ്ട് കൂട്ടിയാൽ മതി അടിന്റെ കൗണ്ട് കൂട്ടിയാൽ മതി അത് പോല അതേ പറഞ്ഞേ ഇതിന് മുകളിൽ മാക്സിമം അടിച്ചോ 1 2 3 4 5 6 7 8 9 ആയില്ലേ 9 മോനെ സീന് അടി 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 കമോൺ മാക്സിമം അടിച്ചോ എൻ്റെ മാക്സിമം അടിച്ചോ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും 1 പോട്ടെ 2 മോനെ പോട്ടെ യെസ് കമോൺ പോട്ടെ 3 4 5 6 7 8 9 10 11 യാ മോനെ സീരി 11 അടിച്ചിട്ടോ 11 അടിച്ച് അസറോ ഒന്നിനെങ്കിൽ 1 മുകളിൽ അടിച്ചോ 1 11 അടിച്ച് സ്റ്റോപ്പാക്കി 11 റാഫിന് കൂട്ടൊന്ന് 1 അടി 2 3 4 മോനെ സീരി 5 6 7 മൈക്കുന്ന 8 അല്ലടാ പൊങ്ങട്ടെ ഒന്ന് രണ്ടെണ്ണം അതൊന്നുമില്ല ഷീന താപാനാണ് ബൈക്കോട്ട് കൊടുത്തോ ഓൻ എത്ര അടിച്ച 8 അല്ലേ 9 അസർ 9 അടിച്ചിട്ടോ ഓക്കെ പോട്ടെ അടി 2 3
ആടണ്ടോ ഇത് മറ്റേ അല്ല മറ്റേ കടയിൽ പയക്കൊലച്ചാരി നല്ല ആട്ടാ. നാജി കമോൺ അടുത്ത നാജി കേട്ടോ. നാജിന്റെ കിഡിലും പെർഫോമൻസ്. നാജി കീ ഒക്കെ ഇവിടെ എടുത്ത് എന്താ കീന്റെ വെയിറ്റ് കൂടണ്ടായിരിച്ചിട്ട്. കമോൺ മോൾ കൂടെ പോട്ടെ. 1 വാസി അതെ അടിക്കും അടി അസറോ 2 റോഡ് അടിച്ചില്ലെങ്കിൽ ചെങ്ങനെ അടിച്ചിനി. ആ മോനെ 1 2 ഓ സീനാട്ടോ മോളില് 3 4 മതി കിട്ടില്ല കേട്ടോ. 4 അടിക്കാം പടച്ചവനെ. മറ്റേ മൈക്ക എടുത്താ വെറും 11 ലക്ഷ്യവുമായി 1 2 3 4 5 ആടലൊടിക്കുന്നു. ജയിച്ചേ ഫസ്റ്റ് അല്ല ഫസ്റ്റ് അൻസാർ ജയിച്ചു ഗെയിമിൽ കേട്ടോ. ഫസ്റ്റ് ചലഞ്ചിൽ അൻസാർ സെക്കൻഡ് 9 അടിച്ച് തേർഡ്. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാട്ടോ. അടുത്ത ഗെയിം അത് നാജ് നാജ് അപ്പുറത്ത് കൈ പൊങ്ങരുത് മുട്ട് പൊങ്ങരുത് കേട്ടോ. ഓക്കെ 1 ഓക്കെ സാധനം പറ്റേ 3 പറ്റേ. ഓ 12.5 ലാസ്റ്റ് അടിച്ച് 12.5 ആണ്. അടുത്ത 15 അടിക്കണ്. ഓ സീന് കേട്ടോ. അതിന് 20 അടിയടാ 20 അടിയടാ 20 സ്പേസ് അടി 20 അതെങ്ങനെ പിടിച്ചാലും കുഴപ്പമൊന്നും കേട്ടോ. ആ ഓക്കെ എന്നാ അടി ലാസ്റ്റ് അടിച്ചോ. അല്ലല്ല ലാസ്റ്റ് അടിച്ചല്ലോ മുട്ട് പൊങ്ങാഞ്ഞാ മതി. മോനെ 20 അടിച്ച് ഇതിലെങ്കിലും ആരും എന്നെ തോൽപ്പിക്കട്ടെ. തമാസ പറയല്ല. എല്ലാത്തിനും ഞാൻ ജയിച്ചത് കോച്ച് കോച്ചായിട്ട് അങ്കർ പറയും. കോച്ച് 8 വർഷം മൂപ്പില്ല മസിലാണിത്. 8 മാസം പേടിണ്ടല്ലോ. എന്നിട്ട് വരെ കോച്ച് കള്ളപ്പെറുക്കാണെന്ന് ഈ നാടന്ന ഇവ. അടുത്ത വാസിയടി കോച്ചുകാരനാണ് ഇങ്ങനെ വളർന്നത്. പ്രോട്ടീൻ കോച്ച് തരും, വെച്ച് കഴിക്കാനുള്ള റൈസ് കോച്ച് തരും. മാത്രം കൊടുത്താൽ മതി. ഫുള്ള് കോച്ചിന്റെ വകയാണ്. നല്ല പവർ ഉണ്ട്. നമ്മളെ പഴയ ശിഷ്യൻ അതായത് ഓന് ദേഹം പറഞ്ഞ മാതിരി നല്ലോണം തിന്നുക. ബിരിയാണി ലവറായി പോയി. ലവറായി പിന്നെ പോലെ ഓന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഫീൽഡ് മാറിപ്പോയി. ഓൻ അതിന്റെ ആളാ. കല്യാണത്തിന് മുന്നേ ഒന്നും ഒരു കാര്യമില്ല. ശരിയായ കോച്ചാണ് പറഞ്ഞത്. തുടങ്ങി അവിടെ 17 തുടങ്ങി. ഇപ്പൊ നമ്മൾ ഡംബിൾസ് മൊത്തം മാറ്റിട്ടോ. 17 20 22 22 25 30 ലാസ്റ്റ് നോക്കാം. പോവാൻ നോക്കാം. ഫസ്റ്റ് അസർ അടിക്കണേ. കൈ സപ്പോർട്ട് ചെയ്യരുത്. റൈറ്റ് ഹാൻഡ് സപ്പോർട്ട് ചെയ്യരുത്. ഇത് കൈ വെക്കും. അത് സപ്പോർട്ട് ചെയ്യരുത്. അത് പ്രശ്നം ഇതടിച്ചു അതൊക്കെ അത് പോട്ടെ. സീനില്ല പോട്ടെ. ഓക്കെ കമോൺ 20 അടിച്ച് 20 22 പോണേ. മോനെ സീന് 25 കമോൺ. അടിയടാ അടി കമോൺ എന്നാ പൊന്തട്ടെ ട്രൈ അസറോ പറയണെന്താ ഓനൊന്ന് ഓട്ടം നോക്കിക്കോ. ഓനെ തോൽപ്പിച്ചു അടിച്ചടാ നീ. ഓ 30 അടിച്ചോളൂ. അടി കമോൺ
അടിച്ചട 30 അടിച്ചിട്ടാ ശരി 30 അടിച്ച് അതേ അക്കെന്താ പറയാനുള്ളത്? മാഷാഅല്ലാ നമ്മളെ ശിഷ്യനായോണ്ട് ഞാൻ വളരെയധികം അഭിമാനിക്കണേ. ഇപ്പൊ നോക്കിയാ എന്റെ ശിഷ്യനാണ് അഭിമാനിക്കാൻ. മാഷാഅല്ലാ നമ്മളെ ശിഷ്യനായോണ്ട് എനിക്ക് വളരെ അധികം അഭിമാനമുണ്ട്. ഞാൻ അടുത്ത അടിച്ചിട്ട് അൻസാർ സ്റ്റാർട്ട് ചെയ്ത് അൻസാർ ഇജ്ജെന്താ കാട്ടണേ? മാഷാഅല്ലാ അൻസാറിന്റെ ഒരു മുന്നേറ്റാണ് ഇവിടെ നടക്കുന്നത്. 35 വേണം. ഇപ്പൊ വെക്കല്ലേടി, ഇപ്പൊ വെക്കല്ലേ? അസർ അടിച്ചെന്ന് പറഞ്ഞല്ലേ? ഓ 22 അസറു നീക്കി ചുടുത്താ ആശാന്റെ ഭയങ്കര നല്ലൊരു ആശാനാണ്. ഞാൻ സാധാരണ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 1.5 മണിക്കൂർ മതി. ആശാന്റെ സങ്കടം കേട്ട് എനിക്കൊരു 3 മണിക്കൂറിലും വേണുണ്ട്. എന്ത് സങ്കടം ആശാൻ പറയില്ല. ആശാന് വന്നു കഴിഞ്ഞാൽ ആശാന് അരണയുടെ ബുദ്ധിയാണ്. ഇന്ന് പറഞ്ഞതിന് നാളെയും പറയും, മറ്റന്നാളും പറയും. ഞാനിന്ന് 3 മണിക്ക് വരും, 8 മണിക്ക് അവിടെ പോവാ. 5 മണിക്കൂർ ലാഭം, ജിമ്മിന്റെ ഫീസ് ലാഭം. കേക്ക് കൊടുക്കണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഒരു 2 എത്ര മണിക്കൂറിന് ഡെയിലി 2 മണിക്കൂർ ഡിസ്കഷൻ പൊതുവെ തീരുമാനിക്കണേ. അടി 22 അടിച്ചില്ലേ? 25 കൈ സപ്പോർട്ടില്ല കേട്ടോ. 25 അടിച്ചു. 35 മതിയാവൂല സാർ സാധനം വെച്ച് കൊടുക്കും. 40 വെച്ച് കൊടുക്കി. 40 വേണ്ടി വരും. 30 കൈ 40 ആശ 35 ഒരു അടിച്ചോട്ടെ ട്രൈ ചെയ്യണം. ഒരിക്കലും കയ്യൂലെന്നുള്ള വർത്താനം ഇവിടെ ഇല്ല. 40 എനിക്ക് സപ്പോർട്ട് അടിക്കും. സൂപ്പറായിട്ട് അടിച്ചു. നമ്മൾ കണ്ട വീഡിയോയിൽ വരെ 35 ഉള്ളൂ മാക്സിമം. കഴിഞ്ഞു അടി 40 അടി 40 സീന് മോൻ അടി 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 40 അടിടാ. പവർ ചിരിച്ചിട്ടാ ഉള്ളുന്ന് 8 വർഷത്തെ കോച്ചാണ്. 8 വർഷത്തെ കോച്ച്. അടി അടി ഓളന്ന് വിചാരിച്ചു. ഓള അന്ന തേച്ചോളം അടിച്ച് തല അടിച്ച് പൊട്ടിച്ച വിചാരിച്ചാൽ മതി. ബന്ധുല ലാസ്റ്റ് 35 ലാസ്റ്റ് 35. അനക്കൊരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. 35 അടിച്ചു കഴിഞ്ഞാൽ ട്രൈ ചെയ്താ. ഞാൻ അടിച്ച് പോലടാ. കൂടെ അടിച്ചു. നമ്മള് പോവാതെ വെറുതെ അടിച്ച് ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ട. 20 മുതൽ അടിച്ചു. നമ്മളെ കണ്ട് ആവേശം കയറിയിട്ട്. എന്താണ് സാധാരണ പേരെന്തിന്? അഹമ്മദ്. Don't support here. Don't support in there. Okay. You want keep like this. You need keep like this. Okay. Oh yeah. Ahmad. Yeah. Second, easy. Yeah. Surra. Yeah. Hello. Oh, done. 25 is also done. Bismillah. Yeah, 30 is done. الحين 35. കോച്ചിനെ പൊട്ടിക്കോ. Last one. 40. Okay. 40. Yeah. MashaAllah. Come on. Easy. Okay. Come on. Okay. Thank you, boss. Thank you so much. Super അടിക്കുന്നുണ്ടോ? 40 ട്രൈ ഉണ്ട്. മാഷാഅല്ലാ. അടി ലാസ്റ്റ് 40 അടിച്ചിട്ട് ആശാന് 40 അടിച്ചിരിക്കുന്നു കോച്ച്. കൈ മാറ്റി ലെഫ്റ്റ്. 40 അടിച്ചിട്ടോ. 40 സെറ്റ്. 15 മാറ്റിക്കണം. ഓക്കെ 20 22 എല്ലാവരും അടിച്ചില്ലേ? 25 30. പോട്ടെ. Come on.
അടി അടി ഇത് 17.5 വേണ്ട. 22.5. 25 is done. No, not done. ഓ സീനി Yeah, done. 30 കിട്ടാൻ 30 ആണ് സീനി 30. ട്രൈ ചെയ്യടാ കാസർഗോഡിന്റെ മുത്ത് കാസർഗോഡിന്റെ മുത്ത് വാസി ഇതാ 35 അടിക്കാൻ പോകുന്നു. വെറുതെ റിസ്ക് എടുക്കല്ല ട്രൈ ചെയ്തോ എല്ലൊന്നും പൊട്ടത്തിട്ടാ പറ്റില്ല. ഓക്കെ 30 അടിച്ച് ഇജ്ജെത്ര അടിച്ച് 30 എനിക്ക് 30 ട്രൈ ചെയ്യാം. ഞാൻ 25 ട്രൈ ചെയ്യാം. ട്രൈ 40 അടിച്ചു അടി അല്ല ഒരു 35 ട്രൈ ഉണ്ട്. ഒരു ട്രൈ അസർ 30 വരെ നേരത്തെ അടിച്ചാണ്. 35 ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് മാറിക്കണത് അടി 35 ട്രൈ ചെയ്യാൻ പോകുന്നു. Come on man. Captain ട്രൈ ചെയ്യ് ചിലപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ. ഈ കൈയേറ്റ് രക്ഷയില്ല അല്ലേ 35. അപ്പം ജംഷി കോച്ച് കൈക്കിൽ കൈ കൊടുക്കില്ല മനഃപൂർവ്വം കൊടുക്കാക്കാണ്. അനക്കെന്താ ജംഷിനെ കുറിച്ച് എന്താ പറയുക? ജംഷി ഇത് അടിച്ചോ? അല്ല ജംഷി എത്ര അടിക്കും? ഞാൻ പറഞ്ഞത് 30 പൊന്തിക്കൂല. 22.5 വരെ പോകും. അതിന് പോകും. ഓക്കെ നമ്മൾ നോക്കാം. ഓക്കെ ശരി 32 അടി 17 അടിച്ചോ 30 മറിക്കുന്ന കൈ മറ്റേ കൈ മാറ്റി 20 പോട്ടെ. യെസ് കൈ പൊന്തരുത്തിട്ടാ മുട്ട് വന്നരുതേ. അതാണ് ഗെയിം. 22 അൻസാർ പറഞ്ഞ 25 അടിക്കൂല പറഞ്ഞല്ലേ? 30 പോലും 25 അടിച്ചു 25 അടിച്ചോ കൂളായിട്ട് 30 പോലും 30 അടി 35 അടിച്ച ഇന്റെ ഭാഗം ബിരിയാണി കോച്ച് സ്പോൺസർ ചെയ്ത് ബിരിയാണി. ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട ഹോട്ടല് ജംഷി ഇഷ്ടപ്പെട്ട ഫുഡ് ഒറ്റ ട്രൈ ചെയ്തോ. ഒറ്റ ട്രൈ 35 പൊന്തിച്ച് അടി 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 സീനാണ് സീന് വിട്ടുവന്നല്ല ഒന്നൊന്നും അടിച്ചില്ല. അത് കോച്ചിന് കേട്ടോ. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ 5 പേർ റെഡിയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പിടിച്ചോ. സ്ട്രൈറ്റ് പിടിക്കണേ. സ്ട്രൈറ്റ് ആണ്. കൈ താൻ പറ്റില്ല. ജംഷിന് കൈ സ്ട്രൈറ്റ് അല്ല. ഓക്കെ ഇപ്പം സ്ട്രൈറ്റ് ആയി. കൈ സ്ട്രൈറ്റ് വേണം. എന്താ പാട് ജംഷി? സുഖല്ലേ? എക്സ്പ്രഷൻസ് അസർ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. കോച്ച് ഒരു രക്ഷയില്ല. ഓ വാസി കൈ പൊങ്ങട്ടെ. കൈ താവരുത് വാസിന്റെ കൈ വാസി സ്റ്റോപ്പാക്കി. ഓക്കെ ജംഷി അസറു അൻസാറ് നാജി വിട്ട് ഇനി 3 പേരുണ്ട്. 3 മാത്രമാണുള്ളത്. കോച്ച് ജംഷി രക്ഷയാത്ത എക്സ്പ്രഷൻ വിടുന്നുണ്ട്. ജംഷിന്റെ കൈ പോയിട്ടാ. കൈ പോയി 2 പേര്. ഓ ഇഞ്ചോടിഞ്ച് മത്സരം. ഓ കോച്ച് അങ്ങനെ കോച്ച് ജയിച്ചിരിക്കും കേട്ടോ. ലാസ്റ്റ് മത്സരത്തിൽ കോച്ച് ജയിച്ചു. പറഞ്ഞോ കംബാക്ക് ഉണ്ടാവും. ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ. ഓക്കെ സെറ്റ് ആയിട്ട് വരാണ്ടല്ലേ? നെക്സ്റ്റ് വീക്ക് ഞാൻ തമ്മിലുള്ളതാ. നെക്സ്റ്റ് വീക്ക് ഞാൻ ജിമ്മിൽ ജോയിൻ ആവും ഇൻഷാല്ലാ. നെക്സ്റ്റ് വീക്ക് ഇപ്പൊ ജിമ്മിൽ ജോയിൻ ആവും. റെക്കോർഡിംഗ് കളിച്ച് അടുത്ത ജിമ്മിൽ ജോയിൻ ചെയ്യും. എന്താ നടക്കൂല പറഞ്ഞേ? നടക്കൂല. ഓനെ കൂടെ തിന്നായി കുത്തിരിക്കാനേ പറ്റുള്ളൂ. ഒരു വർഷം മുമ്പ് വാസി 2 കൊല്ലം ജിമ്മിന് അടുപ്പിച്ച് 1.5 കൊല്ലം ജിമ്മിന് പോയി. എന്നിട്ട് നമ്മുടെ വന്നിട്ട് ഫസ്റ്റ് വാസി പറഞ്ഞു ഞാൻ 2 കൊല്ലം ജിമ്മിനായിട്ട് ബസ്സിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടുത്തെ പൊന്തുന്നു
ഫുൾ ട്രോളാണ്. ജംഷി, പക്ഷെ സമ്മാനമൊന്നുമില്ല. നമുക്ക് അല്ല ഫസ്റ്റ് സെക്കൻഡ് മാത്രം സമ്മാനം. നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് സമ്മാനം ഉണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വിന്നർ അസ്ഹർ മഹമൂദ്. ഓനിക്ക് നമ്മൾ കൊടുക്കുന്നത് പ്രീ വർക്കൗട്ട് ആണ്, ട്രിപ്പിൾ പവറിന്റെ പ്രീ വർക്കൗട്ട്. ഓക്കെ ഓക്കെ, അടുത്ത നമ്മൾ ഫസ്റ്റ് വിന്നർ ആണ്. ഫസ്റ്റ് വിന്നർക്കുള്ള സമ്മാനമാണ്. ഒന്നും നോക്കാനില്ല, ഒരു ഫസ്റ്റ് വിന്നർ ഒരു രക്ഷയില്ലാത്ത നമ്മളെ ജിമ്മിന്റെ ബ്രാവോ ജിമ്മിന്റെ കോച്ചായ അൻസാറിലാണ്. യെസ്, കമോൺ കമോൺ അസ്റു അസ്റു. സെക്കൻഡ് വിന്നർ കൂടി ഒരുമിച്ച് കൊടുക്കും. ശരി ഗൈസ്, അപ്പോ ഇത് നാജി, ഇത് ജംഷി നമ്മളെ കോച്ച് അൻസാർ. അപ്പോൾ നമ്മള് സൈനിങ് ഓഫ് പറയാണ്. ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് സപ്പോർട്ട്. ഷെയർ പറഞ്ഞില്ല, ഷെയർ പ്ലീസ് ഷെയർ. മോനെ സാധനത്തി ബെല്ലേക്ക് വാസിന്റെ പറഞ്ഞേ, നാജിന്റെ പറഞ്ഞേ.